ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ പൈത്തൺ ക്രാഷ് കോഴ്സിൻ്റെ ഡേ 5 സെക്ഷനാണ്. ഇനി നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയുള്ള ടേംസും കാര്യങ്ങളും പഠിക്കാൻ പോകുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. നിങ്ങളിപ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കുക. ഒരു പുള്ളിക്കാരൻ ഒരു ചെക്കൻ ഇവിടെ എന്താണ് സം ചെയ്യുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ സം ചെയ്യുന്നുണ്ട്, 2 ഡിജിറ്റ്സ് സം ചെയ്യുന്നുണ്ട്. 3 പ്രാവശ്യം ചങ്ങായി സം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ നോർമൽ പേപ്പർ ചെയ്യുന്ന സമയത്ത് 3 കാര്യങ്ങൾ സം ചെയ്യാൻ വേണ്ടിയിട്ട് 3 സംഭവങ്ങൾ വേണം. പക്ഷേ പൈത്തൻ്റെ കേസിൽ വരുന്ന സമയത്ത് നമുക്കൊരു റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവത്തിൻ്റെ പേരാണ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സംഭവം. ഈ ഫംഗ്ഷൻ നമുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം DF എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫൈൻ്റെ ഷോർട്ട് ഫോമാണ് DF. കാൽക്കുലേറ്റ് ടോട്ടൽ AB റിട്ടേൺ AB ഇങ്ങനെ സംഭവം എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പുറം എഴുതിയില്ലേ മൾട്ടിപ്പിൾ ആയിട്ട് മീൻസ് പുള്ളി കയ്യിൽ കൊണ്ട് എഴുതുന്ന സംഭവങ്ങൾ, ഇത് നമുക്ക് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഒരു ഫംഗ്ഷനുള്ളത് ജസ്റ്റ് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്തൊക്കെയാണ് മീൻസ് ആഡ് ചെയ്യേണ്ട ഡിജിറ്റ്സ്. ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് റീയൂസ് ചെയ്തിട്ട് നമ്മളെ കോഡിൻ്റെ കോഡ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, കോഡ് കുറച്ചും കൂടി റീഡബിൾ ആക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് ഈ ഫംഗ്ഷൻ കൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾക്ക് ടി വി കാണുന്ന സമയത്ത് സംഭവം ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്ത് എന്തിനാണ് പഠിക്കുന്നത് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ടി വി കാണുന്ന സമയത്ത് റിമോട്ടിൽ ഒരു ചാനൽ മാറ്റുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 8ാമത്തെ ചാനൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 8 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫംഗ്ഷൻ ട്രിഗർ ആയിട്ട് ആ 8ാമത്തെ ചാനൽ ഓപ്പൺ ചെയ്ത് വരും. ഓക്കെ, സോ അതെന്തുകൊണ്ടാണ് ഈ 8 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫംഗ്ഷൻ അവിടെ ട്രിഗർ ചെയ്തിട്ട് അതിൻ്റെ കോഡ് റൺ ചെയ്തിട്ട് ഈ സംഭവം കാണിക്കുന്നതാണ്. സോ ഓരോ ഫംഗ്ഷനും ഓരോരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ ഒരു പൈത്തണിൻ്റെ ഫംഗ്ഷന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളത്. കുറച്ച് എന്തെങ്കിലുമായിട്ട് മനസ്സിലായിട്ടില്ലേ? അത് മതി. ഓക്കെ, അത്രയേ ഉള്ളൂ. ബേസിക്കലി നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നിരിക്കുന്നത് ഡെഫ്, പിന്നെ ഒരു പേരുണ്ടാവും, പിന്നെ നമ്മളൊരു പാരന്തസിസിൽ എന്താണോ പാരാമീറ്റർ പാസ് ചെയ്യേണ്ടത് അത് കൊടുക്കാം. ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രീഡ് എന്നിട്ട് നമുക്ക് റീയൂസ് ചെയ്യാം. അതിനകത്ത് നമുക്ക് സ്ട്രിങ് പാസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഹലോ ദേവി എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. പിന്നെ ഗ്രീറ്റ് അനു എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹലോ അനു എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ഓരോ സ്ഥലത്ത് റീയൂസ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, സോ അതാണ് മെയിനായിട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്ത് നോക്കാം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ഫംഗ്ഷനകത്ത് സ്കോപ്സ് ഉണ്ട്. ലൈക്ക് ഗ്ലോബൽ സ്കോപ്പ്, മീൻസ് വേരിയബിൾ, ലോക്കൽ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ബേസിക്കലി നമുക്ക് ഒരു റൂമിൻ്റെ അകത്ത് ഒരു സാധനം എക്സിൻ്റെ വാല്യൂ 10 എന്ന് കൊടുത്തിട്ടുണ്ട്. റൂമിൻ്റെ പുറത്തുള്ള ഒരാൾക്ക് ഈ റൂമിൻ്റെ ഉള്ളിലുള്ള സംഭവം എക്സ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ലോക്കലും ഗ്ലോബലും എന്ന സംഭവങ്ങളുണ്ട്. അതായത് ലോക്കൽ വേരിയബിൾ എന്ന് വെച്ചാൽ ആ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ബട്ട് മറിച്ച് ഗ്ലോബൽ വേരിയബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, ഗ്ലോബൽ വേരിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഫംഗ്ഷൻ്റെ പുറത്ത് എന്നത് ഗ്ലോബൽ വേരിയബിൾ. ഓക്കെ, ഫംഗ്ഷൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. അതാണ് ലോക്കൽ വേരിയബിൾ. സോ ഇത് നമുക്ക് ഹാൻഡ്സ് ഓൺ ആയിട്ട് ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ നമ്മൾ ഫോൾഡർ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഡേ5 എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മളത് VS Code ഓപ്പൺ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കോഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ടൊരു ഫയൽ നോർമലി ക്രിയേറ്റ് ചെയ്യുക, d5.py. ഡേ5 ഷോർട്ടായിട്ടാണ് d5 ചെയ്തത്. എൻ്റർ അമർത്തുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് എങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെഫ് എന്നുള്ള ഒരു ഈ ഒരു കീവേഡാണ്. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫൈൻ എന്നുള്ള ഒരു സംഭവത്തിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് ഡെഫ് എന്നുള്ളത്. ഓക്കെ, സംഭവം ഡെഫ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക എന്നുള്ള പറയുന്ന ഒരു രീതിയിലാണ് ഈ ഒരു കീവേഡ് യൂസ് ചെയ്യുന്നത്. സോ നമുക്കൊരു ഹലോ എന്നുള്ളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇതേപോലെ കൊടുക്കുക, പ്രിൻ്റ് കൊടുക്കുക. ഓക്കെ, സോ ഇനി ഇത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി വിചാരിക്കും പൈത്തൺ ഒരു ഇൻ്റർപ്രറ്റർ ആണ്, ലൈക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് പ്രിൻ്റ് ചെയ്യിക്കുക. സോ നമ്മളിത് പ്രിൻ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ആവില്ല. സോറി പൈത്തൺ d5.py ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ആവില്ല, ഒന്നും റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല. ഈ സംഭവം എഴുതിയാൽ മാത്രം പോരാ. നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ TV ഓൺ ആക്കുന്ന സമയത്ത് സ്വിച്ച് ഞെക്കുമ്പോഴാണ് അതിനകക്കായിട്ട് ചാനൽ മാറുന്നത്. അതേപോലെ ഈ ഫംഗ്ഷൻ എവിടെയെങ്കിലും കോൾ ചെയ്യണം, എന്നാൽ മാത്രമേ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എഴുതിയുള്ള ഈ ഒരു പ്രിന്റ് നമ്മളെ ടെർമിനലിൽ പ്രിന്റ് ചെയ്ത് വരൂ. സോ ഇതെങ്ങനെയാണ് കോൾ ചെയ്യുക? സിമ്പിളാണ്. ജസ്റ്റ് ആ ഫംഗ്ഷൻ്റെ പേര് ഹലോ, എന്നിട്ട് ഒരു പാരന്തസിസ്,
സിമ്പിൾ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് കോൾ ചെയ്യുന്നു. ഉപ്സ്. ഓക്കെ, സോ കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടായ ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോൾ ചെയ്യുന്ന സമയത്ത് ഈ ഡെഫ് കണ്ട ഈ ഡീൻ്റെ കറക്റ്റ് താഴെ തന്നെ ആയിരിക്കണം. കറക്റ്റ് ഈ ഒരു പ്രിന്റ് ഈ സൈഡിലൊന്നും ആവാൻ പാടില്ല. കാരണം ഇതിന് പറയുന്ന പേരാണ് ഐഡന്റിറ്റേഷൻ എന്ന് പറയുന്നത്. ഐഡന്റിറ്റേഷൻ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഐഡന്റിറ്റേഷൻ ലെവൽ. ഈ ഒരു ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓരോ ഫംഗ്ഷനിൽ ഓരോ ലൈൻ ബൈ ലൈൻ കാര്യങ്ങളും കറക്റ്റ് ഫോമാറ്റിൽ കറക്റ്റ് ഐഡന്റിറ്റേഷൻ കീപ്പ് ചെയ്യണം. കറക്റ്റ് സ്പേസും കാര്യങ്ങളും വേണം. ഇല്ലെങ്കിൽ സംഭവം ഇഷ്യൂ അടിക്കും. ഓക്കെ, ജസ്റ്റ് D5 കൊടുക്കുക. അപ്പോൾ ഇവിടെ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഹലോ വേൾഡ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സംഭവം. ഓക്കെ, ഇനി നമുക്ക് സിമ്പിളായിട്ട് അടുത്ത കാര്യം പഠിക്കാം. സോ ഇതിപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ്, നമുക്ക് വേണ്ട വാല്യൂസ് പാസ് ചെയ്യും. ലൈക്ക് ഇതിൻ്റെ അകത്ത് വാല്യൂസ് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ് ഈ ഒരു ഫംഗ്ഷൻ സാധാരണ നമ്മൾ റിയൽ ലൈഫ് ചെയ്യുന്ന സമയത്ത് ഓരോ ഫംഗ്ഷൻ ഉണ്ടാക്കുന്നത് ആ ഫംഗ്ഷനിൽ വാല്യൂസ് ഒക്കെ പാസ് ചെയ്തിട്ട് കുറച്ച് കാൽക്കുലേഷനും API കോൾസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ബേസിക്കലി ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് എങ്ങനെ വാല്യൂ പാസ് ചെയ്യാം? ബേസിക്കലി വാല്യൂ പാസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇവിടെ പാസ് ചെയ്യുന്ന സാധനം, അതായത് ഈ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് ഇവിടെ പാസ് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ ആർഗ്യുമെന്റ്സ് എന്ന് പറയും. ഇവിടെ എടുക്കുന്ന സാധനത്തിന് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇവിടെ 5 എന്നുള്ള ഒരു സംഭവം പാസ് ചെയ്ത് ഇവിടെ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഒരു എന്താണ്, അതിൻ്റെ ഒരു ഈ 5 എന്നായിട്ടുള്ള ഇവിടെ ഇപ്പോൾ ഒരു കാര്യം ഒരു പേരായിട്ട് നമ്മൾ എടുക്കും. പാസ് ചെയ്യുന്ന നമ്പർ ലൈക്ക് എന്താണ്, ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പാസിംഗ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ സാധനം പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇത് റൺ ചെയ്തിട്ട് എന്താണ് പാസ് നമ്പർ 5. ഈ 5 എവിടുന്ന വന്നത്, നമ്മളെ ഈ ഒരു ഡിക്ലെയർ ചെയ്ത ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ 5 പാസ് ചെയ്തു. അത് ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് വന്ന് ഈ ഒരു പേരിൽ സംഭവം ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റി. അതുപോലെ മൾട്ടിപ്പിൾ നമുക്ക് പാസ് ചെയ്യാം. ലൈക്ക് B എന്ന് പാസ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ എന്താണ് 7 എന്ന് പാസ് ചെയ്യാം. ഓക്കെ, സോ എന്നിട്ട് നമുക്കത് ഇതിനുള്ളിൽ ആക്സസ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് ആക്സസ് ചെയ്തിട്ട് നമുക്ക് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ റീയൂസ് ചെയ്യാൻ പറ്റും ആ ഒരു പാസ് ചെയ്യുന്ന സംഭവം. ഓക്കെ ഓക്കെ, സോ ബേസിക്കലി ഇത് മെയിനായിട്ട് നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഡെഫ് ആഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് പ്രിന്റ് A+B. ഓക്കെ, കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് കോൾ ചെയ്യേണ്ടിക്ക് എന്താണ് ചെയ്യുക, ആഡ് ഐഡന്റിറ്റേഷൻ കറക്റ്റായിട്ട് 10,8. ഓക്കെ, ഇവിടെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു A+B ആണ്ടാ. ഓക്കെ, ഈ ഒരു A+B നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, എന്നാലും മാത്രമേ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ പാസ് ചെയ്യുന്ന ഈ സാധനങ്ങളെ നമുക്ക് ഈ ഒരു സംഭവം ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വരുന്ന എന്ത് കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇനി ഇത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ 18 ഇവിടെ പ്രിന്റ് ആവുന്നുണ്ട്. കാരണം നമ്മൾ ഇവിടെ പാസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി എൻ്റെ വാല്യൂ 10 വന്ന് ബീൻ്റെ വാല്യൂ 8 വന്ന് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വാല്യൂം ബീൻ്റെ വാല്യൂം പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് പ്ലസ് ചെയ്ത് പ്രിന്റ് ചെയ്ത്. ഓക്കെ, ഇത് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് പാരാമീറ്റേഴ്സ് ആർഗ്യുമെന്റ്സ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എയും ബി എന്നുള്ളത് നമ്മുടെ പാരാമീറ്റേഴ്സ്, അത് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഈ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂസ് ആർഗ്യുമെന്റ്സ്. ഓക്കെ, ഇനി അടുത്ത് വരുന്ന സംഭവമാണ് റിട്ടേൺ എന്നുള്ള സംഭവം. ഓക്കെ, ഇവിടെ ഇപ്പോൾ പ്രിന്റ് എന്ന് വെച്ചാൽ നമുക്കിവിടെ പ്രിന്റ് ചെയ്യും. പക്ഷെ നമുക്ക് വേണ്ടത് ഒരു വേരിയബിൾ നമ്മളെ ഇതിപ്പോൾ ആഡ് എന്നുള്ള സംഭവത്തിൽ നമ്മൾ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നു. റിസൾട്ട് എന്നുള്ള ഒരു വേരിയബിൾ നമ്മൾ അസൈൻ ചെയ്യുന്നു. സോ ഈ റിസൾട്ടിലേക്ക് ഒരിക്കലും പ്രിന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ റിസൾട്ടിന്റെ വാല്യൂ ഒരിക്കലും 18 എന്നിട്ട് വരില്ല. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റിട്ടേൺ. ഓക്കെ, റിട്ടേൺ ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് വരുന്ന റിസൾട്ടിങ് വാല്യൂ നമുക്ക് ഈ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. ഇതൊക്കെ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്താണ്, ഒരു API കോൾസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, API കോളൊക്കെ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല. API കോൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസ് ഒക്കെ നമ്മൾ ഈ ഒരു റെസ്പോൺസ് ഇവിടെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബേസിക്കലി ഇങ്ങനെ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്, റിട്ടേൺ കാര്യങ്ങളൊക്കെ. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്, അതൊന്നും കേട്ട് ഇതാവണ്ട. ഓക്കെ, നമുക്ക് പുറത്ത് പ്രിന്റ് റിസൾട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ പ്രിന്റ് ചെയ്യണം. നമുക്ക് പുറത്തൊരു വേരിയബിളിൽ സംഭവം റെഡി ആക്കിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും വർക്കാവും 18. ഓക്കെ, ബേസിക്കലി ഇതാണ് നമ്മുടെ എന്താണ് ആഡിങ്
റിട്ടേണും കീവേഡ് യൂസ് ചെയ്തിട്ടുള്ള പരിപാടി. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ സെക്ഷൻ ഇത്രയേ ഉള്ളൂ ഗൈസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.